Hello dear students, the fourth matrix is circuit matrix. Okay, from the name തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സർക്യൂട്ട് മെട്രിക്സ് മീൻസ് ഒരു ഗ്രാഫിലുള്ള സർക്യൂട്ട്സിനെ ആയിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത്. എത്ര സർക്യൂട്ട്സ് ഉണ്ടോ അത്രയും സർക്യൂട്ട്സ് ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പാത്തിൽ പറഞ്ഞു എത്ര പാത്ത് ഉണ്ടെന്ന്, അതായിരിക്കും നമ്പർ ഓഫ് റോസ്. ദെൻ ആ ഓരോ പാത്തിലും വരുന്ന നമ്പർ ഓഫ് എഡ്ജസിൽ നമുക്ക് 1 മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെയും നമുക്ക് എത്ര സർക്യൂട്ട്സ് ഉണ്ടെന്ന് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്പർ ഓഫ് റോ. ദെൻ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് കറസ്പോണ്ടിങ് ആയിരിക്കും. സോ എ സർക്യൂട്ട് മെട്രിക്സ് ഫോർ എ ഗ്രാഫ് G defines the number of circuits in a graph and it is denoted as capital B of G. It is also a zero-one matrix with the order number of സർക്യൂട്ട്സ് ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ്. ഫസ്റ്റ് നമ്മൾ ആ ഗ്രാഫിൽ എത്ര സർക്യൂട്ട്സ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സർക്യൂട്ട്സിനെ 1 2 3 4 എന്ന് കൊടുക്കുക. അത്രയും നമ്പർ ഓഫ് റോസ് ആയിരിക്കും. അതിൻ്റെ നെയിമിങ്ങും 1 2 3 4 എന്ന് കൊടുക്കും. ദെൻ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ഈക്വലൻ്റ് ആയിട്ട് ഇടുക. ദെൻ ഓരോ സർക്യൂട്ടിലും വരുന്ന എഡ്ജസിൻ്റെ പൊസിഷനിൽ 1 കൊടുക്കുക. Okay, that is rows in a BG corresponds to different circuits and the columns corresponding to the edges, and the circuit matrix B of G is defined as small b of ij, where b of ij equal to 1 if the jth edge lies in the ith circuit. നമ്മൾ പാത്തിൽ പറഞ്ഞിരുന്നു p of ij എന്ന് പറയുന്ന jth edge lies in the ith path. അതുപോലെ ഇവിടെയും b of ij equal to 1 means jth edge lies in the ith circuit, otherwise it is 0. Okay, so consider the example. അപ്പോൾ ഈ ഗ്രാഫിൽ എത്ര സർക്യൂട്ട്സ് ഉണ്ട്, എത്ര സർക്യൂട്ട്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സർക്യൂട്ട് മീൻസ് ഇറ്റ്സ് എ ക്ലോസ്ഡ്. ഇതൊരു സർക്യൂട്ടാണ്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആയിരിക്കണം. ദെൻ ഇതൊരു സർക്യൂട്ടാണ്, ഇതൊരു സർക്യൂട്ടാണ്. ദെൻ ഓവറാൾ നമുക്ക് ഇത്രയും ഒരു സർക്യൂട്ടായിട്ട് എടുക്കാം. ഓക്കെ, സോ വൺസ് മോർ, ദിസ് ഈസ് എ സർക്യൂട്ട്, this is a circuit, then this is a circuit, finally this is also a circuit. So total 4 circuits ഉണ്ട്. 1 2 3, then ഈ സ്ക്വയർ പോലുള്ള റെക്റ്റാങ്കിൾ പോലുള്ള 4 സർക്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, സോ ദ എബോ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് 4 സർക്യൂട്ട്. ഫസ്റ്റ് സർക്യൂട്ടിൽ എയും ബിയും, സെക്കൻഡ് സർക്യൂട്ടിൽ ഇ സി ജി, തേർഡ് സർക്യൂട്ടിൽ എഫ് ജി ഡി, ആൻഡ് ഫോർത്ത് സർക്യൂട്ടിൽ സി ഡി എഫ് ഇ. ഓക്കെ, ഇറ്റ് ഈസ് നമ്പേർഡ് as 1 2 3 4. സോ നമ്മൾ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ 4/8 മെട്രിക്സ്. 4 മീൻസ് നമ്പർ ഓഫ് സർക്യൂട്ട്സ് ആൻഡ് 8 മീൻസ് നമ്പർ ഓഫ് കോളംസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ നമുക്ക് എത്ര സർക്യൂട്ട്സ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോസ് നമ്മൾ 1 2 3 4 എന്ന് എഴുതുക. ദെൻ എഡ്ജസ് എല്ലാം എഴുതുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സർക്യൂട്ടിൽ ഏതൊക്കെ എഡ്ജസാണ് ഉള്ളത്, എ ബി, അത് 1 ആക്കുക. ദെൻ സെക്കൻഡ് സർക്യൂട്ടിലോ ഇ സി ജി 1 ആക്കുക. തേർഡ് സർക്യൂട്ടിൽ എഫ് ജി ഡി 1 ആക്കുക. ഫോർത്ത് സർക്യൂട്ടിൽ സി ഡി എഫ് ഇ അത് 1 ആക്കുക. ഓക്കെ, സോ പാത്ത് മെട്രിക്സിൽ ചെയ്തതുപോലെ ഓരോ പാത്ത് കൺസിഡർ ചെയ്യുക. ആ പാത്തിലുള്ള എഡ്ജസ് നമ്മൾ 1s ആക്കുക, റിമൈനിങ് 0. അതുപോലെ ഇവിടെയും ഓരോ സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്തിട്ട് അതിൽ വരുന്ന എഡ്ജസിന് 1 കൊടുക്കുക, റിമൈനിങ് എല്ലാം 0s ആയിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. എ കോളം ഓഫ് ഓൾ സീറോസ് കറസ്പോണ്ടിങ് ടു എ നോൺ സർക്യൂട്ട് എഡ്ജ്. ഒരു കോളം 0 മീൻസ് ഒരു എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം 0 മീൻസ് ആ എഡ്ജ് ഒരു സർക്യൂട്ടിലും ബിലോങ്ങിങ് അല്ല. ദാറ്റ് മീൻസ് ആൻ എഡ്ജ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു എനി സർക്യൂട്ട്. Then each row of BG is a circuit vector. ഓരോ റോയും ഒരു സർക്യൂട്ട് വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നു. The number of ones in a row is equal to number of edges in the corresponding circuit. ഇല്ലേ, ഓരോ റോയും ഒരു സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ആ റോയിലെ നമ്പർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസിന് ഈക്വലൻ്റ് ആയിരിക്കും. Then the circuit matrix is capable of representing a self loop. The corresponding row will have a single one. ഇല്ലേ, ഈ നമുക്ക് ഈ ഒരു സർക്യൂട്ട് മെട്രിക്സിൽ സെൽഫ് ലൂപ്പ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ V1ൻ്റെ അവിടെ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു സർക്യൂട്ടായിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ 1, ദെൻ എന്ത് കൊടുത്താൽ മതി, അതിലുള്ള എഡ്ജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐ ആണെങ്കിൽ ഐ എന്ന് പറഞ്ഞിട്ട് കോളം കൂടെ കൊടുത്ത് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുത്താൽ മതി. സോ സർക്യൂട്ട് മാട്രിക്സിൽ നമുക്ക് സെൽഫ് ലൂപ്പും കൂടെ ഡിഫൈൻ ചെയ്യാം. ദെൻ ഹിയർ ആൾസോ ഇഫ് എ ഗ്രാഫ് ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് കമ്പോണൻറ്റ്സ് G1 and G2, the circuit matrix B of G can be written as BG1 corresponds to സർക്യൂട്ട് മാട്രിക്സ് ഓഫ് G1 ആൻഡ് BG2 കറസ്പോണ്ടിങ് ടു സെക്കൻഡ് സർക്യൂട്ട് മാട്രിക്സ് ഓഫ് G2. അല്ലേ, ഒരു സർക്യൂട്ട് തന്നിട്ട് നമുക്ക് ആ സർക്യൂട്ട് മാട്രിക്സിനെ
ഗ്രാഫ് തന്നിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കുവാണെങ്കിൽ ദെൻ അതിൻ്റെ സർക്യൂട്ട് മെട്രിക്സ് ഒരൊറ്റ സിംഗിൾ മെട്രിക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ചില പോർഷൻസ് സീറോസ് ആയിരിക്കും, റിമൈനിങ് പോർഷൻസ് ആ ഒരു കമ്പോണൻസിൻ്റെ സർക്യൂട്ട് മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യും. Then here also permutation of any 2 rows and columns simply corresponding to relabeling the circuits and the edges. Okay, relabeling the circuit and edges ആണ് കേട്ടോ. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്ന സർക്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്കത് സർക്യൂട്ട്സ് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന റീലേബിൾ ചെയ്യുന്ന പോലെ ആയിരിക്കും ഇൻഎഫക്റ്റീവ് വരുന്നത്. ലാസ്റ്റ് 2 ഗ്രാഫ്സ് G1 and G2 വിൽ ഹാവ് ദ സെയിം സർക്യൂട്ട് മെട്രിക്സ് ഇഫ് G1 and G2 ആർ ഐസോമോർഫിക്. 2 ഗ്രാഫ്സ് ഐസോമോർഫിക് ആണെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് മെട്രിക്സിലും സെയിം സർക്യൂട്ട് മെട്രിക്സ് തന്നെയായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കൊരു പ്രൂഫായിട്ട് ചോദിക്കാം, തിയറമായിട്ട് ചിലപ്പോൾ ചോദിക്കും, പ്രൂവ് ദാറ്റ് ദ 2 ഐസോമോർഫിക് ഗ്രാഫ്സ് ഹാവ് സെയിം സർക്യൂട്ട് മെട്രിക്സ്. അപ്പോൾ നിങ്ങൾ 2 ഐസോമോർഫിക് ഗ്രാഫ് വരയ്ക്കുക, ദെൻ അതിൻ്റെ സർക്യൂട്ട് മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ഓൾ അബൌട്ട് സർക്യൂട്ട് മെട്രിക്സ്. സോ നമ്മൾ ഫസ്റ്റ് ഗ്രാഫിൽ എത്ര സർക്യൂട്ട്സ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ ആ നമ്പർ ഓഫ് സർക്യൂട്ട്സ് നമ്പർ ഓഫ് റോസ് ആയിരിക്കും, ദെൻ ആ ഓരോ സർക്യൂട്ടിലും വരുന്ന എഡ്ജസിനെ 1 ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ, ദീസ് ഓൾ അബൌട്ട് സർക്യൂട്ട് മെട്രിക്സ്. താങ്ക് യു.